ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ സ്ഥലം പരിചയപ്പെടുത്തി തരാം. ഇത് മാടനല്ലൂ കഴിഞ്ഞ് കീഴാടൂ പോകുന്ന വഴിക്കാണ്. അരുവിക്കടാണ് ഈ സ്ഥലത്തിന്റെ പേര്. ഈ പേരിൽ വേറൊരു സ്ഥലമുണ്ട്. ഇത് കീഴാടൂർ അരുവിക്കടാണ്. വലിയ പാലത്തിന്റെ താഴാണ് ഈ സ്ഥലം. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീധർമ്മ ശാസ്ത ക്ഷേത്രം. നിങ്ങളിത് കാണുന്നുണ്ട് വിചാരിക്കും നമ്മൾ സ്ഥലം കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നതെന്ന്. സത്യം പറഞ്ഞ അച്ഛൻ്റെ ബുള്ളറ്റ് ശരിയാക്കാനാണ് നമ്മൾ 4 പേര് പോയത്. ഞാനും അച്ഛനുമാണ് ബുള്ളറ്റ് ശരിയാക്കാൻ പോകാതിരുന്നത്. നമ്മൾ ഇറങ്ങിയപ്പം ഇച്ചൂനും കൂടെ വരാൻ നല്ല പടക്കം. ഇച്ചൂനെ നോക്കാൻ അമ്മ വേണ്ടേ, അതുകൊണ്ട് അമ്മയും കൂടെയും വന്ന് നമ്മൾ കണ്ടലാണ് പോയത്. തിരിച്ചു വന്ന വഴിക്കാണ് ഈ സ്ഥലം കണ്ടത്. ഭംഗി കണ്ടുകൊണ്ട് ഇവിടെ ഇറങ്ങി ഫ്രണ്ട്സ്. ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു. ചുരു വെള്ളം കണ്ടാലുള്ള പിണക്കം നിങ്ങൾക്ക് അറിയാലോ. നല്ല ഭംഗിയാണ് ഫ്രണ്ട്സ് ഇവിടെ കാണാൻ. ക്ഷേത്രവും ആളും പാടയും പാലവും എല്ലാം കൂടെ ഉള്ള ഒരു സൂപ്പർ സ്ഥലം. നമ്മൾ ഈ പാലത്തിൽ കൂടെ പാസ് ചെയ്ത് പോവുകയായിരുന്നു. അപ്പോൾ അച്ഛനാണ് പറഞ്ഞ ഇങ്ങനെ ഇവിടെ സൂപ്പർ ഒരു സ്ഥലമുണ്ടെന്ന്. മഴ സമയമല്ലേ ഫ്രണ്ട്സ്, വെള്ളം നല്ല ഒഴുക്കായിരുന്നു. കണ്ടോ ഇതിന്റെ ചുറ്റിലുള്ള ഭംഗി. ഈ വഴിയാണ് ഇങ്ങോട്ട് ഇറങ്ങേണ്ടത്. കണ്ടോ നമ്മൾ വന്ന പാലം. ഇതാണ് ആ ക്ഷേത്രം. ക്ഷേത്രത്തിന് ആറ്റിലോട്ടിറങ്ങാൻ നല്ല സ്റ്റെപ്പൊക്കെ ഉണ്ട്. ചുരി വെള്ളം പേടിയില്ലാത്തത് കണ്ടോ ഫ്രണ്ട്സ്. എനിക്ക് പേടിയായതുകൊണ്ട് ഇപ്പോഴാണ് നിന്നത്. നല്ല വേനൽ സമയത്തിൽ വന്നിരുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ ഇറങ്ങായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ മഴ കാരണം വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ആരും ഒന്നും അടഞ്ഞുകൂടാ ഫ്രണ്ട്സ്. എനിക്കറിയാം ഇതുപോലെ സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് വരല്ലേ ഫ്രണ്ട്സ്. നമ്മൾ വെള്ളത്തിൻ്റെ ഭംഗിയൊക്കെ കണ്ടിറങ്ങും. എവിടെയാണ് ഒഴുക്കുള്ളതും എവിടെ ആരും ഉള്ളതും നമ്മൾക്കൊന്നും അറിഞ്ഞുകൂടാ. ഒരിക്കൽ പെട്ടുപോയാൽ പറയണ്ടല്ലോ. ഇതുപോലത്തെ സ്ഥലങ്ങളിൽ പ്രകൃതിയിലെ ഭംഗി മാത്രമല്ല, ഒരുപാട് അപകടങ്ങളും പതുങ്ങിയിരിക്കും. കുട്ടികളെ ഒരുപാട് സൂക്ഷിക്കണം. നമ്മൾ ടി വിയിലും പത്രത്തിലും എത്ര വാർത്തകളാണ് കേൾക്കണേ ഫ്രണ്ട്സ്. നമ്മൾ സൂക്ഷിക്കണം. നല്ല മഴ വന്നതുകൊണ്ട് നമ്മളവിടെ കുറച്ചു നേരം മാത്രമാണ് ഫ്രണ്ട്സ് നിന്നുള്ളൂ. എന്നത്തെ പോലെ ഇന്ന് ഇച്ചൂന് വെള്ളത്തിന് കേടാൻ നല്ല വെള്ളമുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വീട്ടിൽ പോകാൻ പോകുന്നു ഗായ്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.